അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ കളർ പെൻസിൽ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ്. വെറും പെൻസിലല്ല, പാസ്റ്റൽ കളർ പെൻസിൽ ഡ്രോയിങ് ആണ്. കണ്ടാലോ, ഇതാണ് ഡ്രോയിങ്. ഇഷ്ടമായോ എല്ലാവർക്കും? ഇത് സത്യം പറഞ്ഞാൽ ഈ കളർ അല്ലായിരുന്നു, കുറച്ചും കൂടി നല്ലൊരു വൈറ്റിഷ് കളറായിരുന്നു കേട്ടോ. ഇത് യെല്ലോയിഷ് ആവാൻ കാരണം ഇത് ഇവനാണ്, ഫിക്സേറ്റീവ് സ്പ്രേ. അപ്പോൾ ഫിക്സേറ്റീവ് സ്പ്രേ അടിച്ചപ്പോൾ കളർ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ ഇഷ്ടപ്പെട്ടാൽ താഴെ ലൈക്കും കമൻറ്റും എല്ലാം അടിച്ചേക്കണം കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഫിക്സേറ്റീവ് സ്പ്രേ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് കുറേ നാൾ നമുക്ക് ഈ പിക്ചേഴ്സ് കുറേ നാൾ എടുത്ത് വെക്കാൻ പറ്റും, സൂക്ഷിച്ച് ഒരു കേടും വരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതായത് ഫ്രെയിമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ്സിലൊന്നും അധികം പിടിക്കാതെ കളേഴ്സ് അതുപോലെ തന്നെ നിലനിർത്താൻ പറ്റും. പക്ഷേ കളർ കുറച്ച് ഫെയ്ഡ് ആവുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് കിട്ടുന്നുണ്ട്, ഒരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും ചെറുതായിട്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് മുന്നത്തെ പിക്ചറായിരുന്നു ഇഷ്ടമായത്. ഞാൻ 2 പിക്ചറും കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അതായത് ഫിക്സേറ്റീവ് സ്പ്രേ അടിക്കുന്നതിന് മുന്നത്തെ പിക്ചറും ശേഷമുള്ള പിക്ചറും. ഓക്കെ, ബൈ.